കോൺഗ്രസ് ബന്ധം പറഞ്ഞ് സിപിഐയെ വിരട്ടാൻ ആരും വരേണ്ടെന്ന് പിണറായി വിജയന് പന്ന്യൻ രവീന്ദ്രന്റെ ചുട്ട മറുപടി. സിപിഐയെ കോൺഗ്രസ് ബന്ധത്തിന്റെ പഴങ്കഥ പറഞ്ഞ് വിരട്ടേണ്ട. LDF സമരങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളാണെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ബാർക്കോഴ വിവാദത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം സിപിഐയെ കടന്നാക്രമിച്ച് പിണറായി വിജയൻ നടത്തിയ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയായിരുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. സിപിഐയുടെ കോൺഗ്രസ് ബന്ധം പഴങ്കഥ മാത്രമാണ്, എന്നാൽ സമീപകാലത്ത് കോൺഗ്രസുമായി ബന്ധമുണ്ടാക്കിയതിൽ ആരും മോശമല്ലെന്ന് പിണറായിയെ പന്ന്യൻ ഓർമ്മിപ്പിച്ചു. നമ്മൾ 2004, 2009 നമ്മളെല്ലാവരും ഓർക്കുമല്ലോ, ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായി. ആ ഗവൺമെൻറ് ആരാ നിലനിർത്തിയത്? നിലനിർത്തുന്നതിന് വേണ്ടി ഏറ്റവും വലിയ സേവനം നൽകിയ ആള് നമ്മുടെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സോമാ ചാറ്റർജിയാണ്. മഹാനായ PKVയുടെ പേര് പത്രസമ്മേളനത്തിൽ വലിച്ചഴിച്ചത് ശരിയായില്ല. 1979 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPIM-ന് കൂട്ട് ആന്റണിയുടെ കോൺഗ്രസ് ആയിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിലംപരിച്ചായി പോയി. അതുകൊണ്ട് അതിൻ്റെ പേടി കൊണ്ട് നമ്മൾ പോയി. എന്തിനാ ഇങ്ങനെയൊരു വ്യാഖ്യാനം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു കൂടെ? അതുകൂടി മറക്കാതിരിക്കണ്ടേ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നില്ല കൂടെ. കോൺഗ്രസ് അല്ലേ, ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ്, ആന്റണിയുടെ കോൺഗ്രസ്. കോൺഗ്രസ് ബന്ധം പറഞ്ഞ് ഞങ്ങളെ ആരും വിരട്ടാൻ വരേണ്ട. ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ച കാര്യം മറക്കരുത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്തുണയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വിരട്ടാൻ വരുന്നൊരു കാര്യം ദയവേത് അവസാനിപ്പിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളെല്ലാവരും പല കാര്യങ്ങളിലും പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. എന്തിന് ഇപ്പം നിൽക്കുന്ന രാഷ്ട്രപതി എങ്ങനെ വന്നു എന്നറിയില്ലേ? നമ്മളെല്ലാവരും ഏത് ഭാഗത്തായിരുന്നു? LDF സമരങ്ങൾ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. നമ്മൾ ഒരുപാട് സമരം നടത്തി. ആ സമരം വേണത്ര ക്ലച്ച് പിടിക്കുന്നില്ല എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. ചിലർ പറയുന്നത് സമരം അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്ന്. ജനങ്ങൾ പറയുമ്പം ഞങ്ങളൊന്ന് ആലോചിക്കണ്ടേ? നിങ്ങളെക്കുറിച്ച് ഒരു കുഴപ്പമുള്ള ജനങ്ങൾ പറഞ്ഞാൽ അത് ആലോചിക്കാൻ ഒരു ബാധ്യത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടല്ലോ, ഞങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് ഞങ്ങളുടെ ധാരണ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഏതെങ്കിലും പാർട്ടി ഉത്തരവാദിത്തമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൊത്തത്തിൽ തന്നെ പരിശോധിക്കണം എന്നാ ഞങ്ങൾ പറഞ്ഞത്. കസേരയിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് പിണറായിയുമായി ആലോചിക്കാം. ഒന്നാമത് എനിക്ക് ഏറ്റവും അടുത്ത സഖാവല്ലേ അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഏറെ ബഹുമാനമുണ്ട്. ആ കസേരയിലൂടെ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അദ്ദേഹമായി സംസാരിക്കാം. എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യം അദ്ദേഹമായി ആലോചിക്കാം. തെരുവിൽ പ്രസംഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അഭിമാനമാണ്. കൃഷ്ണപിള്ള, AKG, MN ഒക്കെ തെരുവിൽ പ്രസംഗിച്ചിട്ടാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത്. ഈ പാർട്ടി വളർത്തിയ പാരമ്പര്യം അതാണ്. തെരുവിൽ പ്രസംഗിച്ചതാണ്. ഞങ്ങളൊക്കെ തെരുവിൽ പ്രസംഗിച്ച എനിക്കല്ലേ അഭിമാനമുള്ള തെരുവിൽ പ്രസംഗിച്ചതാണ്. KM മാണിയെ സഹായിക്കാൻ വേണ്ടിയാണ് ദേശാഭിമാനി പത്രത്തിലെ ഒരു ഉന്നതൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും മാണിയെ സഹായിക്കുന്നത് ആരാണെന്ന് TV ചർച്ച കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്നും പന്ന്യൻ രവീന്ദ്രൻ തുറന്നടിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.